കേരള സർവകലാശാലയിൽ പുതിയ നിയമനവുമായി ഗവർണർ. ജന്മഭൂമി ദിനപത്രത്തിലെയും സതീഷിനെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയായി പ്രൊഫസർ ബി ബിജുവിനെയും നിയമിച്ചു. സെനറ്റിലേക്ക് ജന്മഭൂമി ലേഖകനെ നിയമിച്ചതിൽ പ്രതിഷേധിച്ച് SFI രംഗത്തെത്തി. നിയമനം സർവകലാശാലകളെ കാവ്യവത്കരിക്കാനുള്ള RSS അജണ്ടയുടെ ഭാഗമെന്നാണ് SFIയുടെ വിമർശനം. സുനിഷ അയ്യലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ അയ്യലൂർ, ഗുഡ് ഈവനിംഗ് സുനിഷ. വീണ്ടും ആരിഫ് മുഹമ്മദ് ഖാനു ശേഷം രാജേന്ദ്ര ആർലേക്കറും ഈ സംഘപരിവാർ കുടുംബത്തിൽ നിന്നുള്ളവരെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലും ഒക്കെ നിയമിക്കുന്നത് തുടരുകയാണോ? SFIയുടെ പ്രതിഷേധം എന്തിനാണ്? അരുൺ, അങ്ങനെ തന്നെ വേണം പറയേണ്ടി വരും. കാരണം നേരത്തെ തന്നെ നമുക്കറിയാം, ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായ സമയത്ത് SFI ഒരു പോരാട്ടം തന്നെ, SFI ഗവർണർ പോര് തന്നെ പല ഘട്ടങ്ങളിലായി നമ്മൾ കണ്ടതാണ്. അന്നൊക്കെ പറഞ്ഞത് ചാൻസലർ ഈ അമിതാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ കാവ്യവൽക്കരണം നടത്തുന്നു സർവകലാശാലകളിൽ എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാന ആരോപണവുമായി ഉയരുകയും ചെയ്തത്. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ചുമതലയേറ്റതിനു ശേഷം വീണ്ടും ഇതാ കേരള സർവകലാശാല സെനറ്റിലേക്ക് ഒരു പ്രതിനിധിയായി ജന്മഭൂമി ദിനപത്രത്തിന്റെ ലേഖകനായ സതീഷിനെ നിയമിച്ചിരിക്കുന്നു എന്നതാണ്. നേരത്തെ തന്നെ ഒരു മെമ്പറിന്റെ ഒഴിവുണ്ടായിരുന്നു. ആ ഒഴിവിലേക്കാണ് ഇപ്പോൾ സതീഷിനെ നിയമിച്ചുകൊണ്ട് ഉത്തരവും ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് SFI ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള സമര പരമ്പരകൾ കണ്ടിട്ടുണ്ട് ഗവർണറുടെ കാവ്യവൽക്കരണത്തിനെതിരെ. അത്തരത്തിലുള്ള സമര പ്രക്ഷോഭങ്ങളിലേക്ക് ഈ തീരുമാനത്തിനെതിരെയും പോരാടുമെന്നുള്ളതാണ് SFI അറിയിക്കുന്നത്. അതായത് ഗവർണർ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ, നിയമനം പിൻവലിച്ചില്ല എങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്ക്, സമര പരിപാടികളിലേക്ക് SFI ഇറങ്ങുമെന്നൊരു മുന്നറിയിപ്പാണ് നിലവിൽ ഇപ്പോൾ നൽകുന്നത്. ഇവർ പ്രധാനമായും പറയുന്ന കാര്യം ഈ കാവ്യവൽക്കരണം തന്നെയാണ്. RSSന്റെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു വഴിയായി ഇത്തരം സർവകലാശാലകളെ കാണുകയാണ്. ഇത്തരം സർവകലാശാലകളെ അതിനുപയോഗിച്ചുകൊണ്ട് ഗവർണർ അമിതാധികാരം ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് SFI ആവർത്തിച്ചു പറയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ള നീക്കം കൂടി, പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള ഒരു നീക്കം കൂടി SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ്. വിവരങ്ങൾ നൽകിയത്. വീണ്ടും ഒരിക്കൽ കൂടി രാജ്ഭവനിൽ നിന്ന് കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് ഒരു സംഘപരിവാർ കുടുംബാംഗത്തെ നിയമിച്ചിരിക്കുന്നു, നോമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് SFI വലിയ പ്രതിഷേധമായി. അതിനെതിരെയാണ് SFIയുടെ പ്രതിഷേധം. പ്രിയപ്പെട്ട പ്രേക്ഷകർ.